ഹൈ, നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനെ നമ്മളൊരു വീഡിയോ ഇപ്പോൾ കാണാനിടയായി. അദ്ദേഹം മറ്റേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോട് പറയുന്നുണ്ട്, ഗതാഗത നിയമങ്ങളെ പറ്റിയാണെന്നുണ്ടെങ്കിൽ അവബോധം നടത്താൻ വേണ്ടിയാണെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം നമ്മുടേതായിട്ടുള്ള രീതി. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് സാറിനോടാണ്. സാറ് മന്ത്രിയല്ലേ, ഗതാഗത മന്ത്രി, അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾ. സാറിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളില്ലേ സാറേ? ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ അവർ തമ്മിലുള്ള മത്സരയോട്ടം, KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരയോട്ടം. ഇതിനകത്ത് എത്ര ജീവനാണ് പോണേ. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ റോങ് സൈഡിൽ കയറുന്നു, ഹൈവേ കൂടിയാണെന്നുണ്ടെങ്കിൽ പുതിയ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈവേയിൽ റോങ് സൈഡിൽ കയറി പോകുന്നു. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ എൻട്രി പോയിന്റിലാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഇവന്മാർക്കെതിരെ എന്ത് നടപടി എടുക്കുന്നത്? ഇവരൊക്കെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം സാറിനില്ലേ? അതോ നിയമം അങ്ങനല്ല, എനിക്കറിയില്ല. പെർമിറ്റ് ക്യാൻസൽ ചെയ്ത് വീട്ടിലെത്തണമെന്നേ. ഇവർക്ക് ഇങ്ങനെയാണെന്നെങ്കിൽ ഒരു വട്ടമാണെന്നുണ്ടെങ്കിൽ ഓടി വഴിയിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോയിട്ട് പോയ ജീവൻ പോയി. ഇവന്മാർ അടുത്ത ട്രിപ്പും ഓടിക്കൊണ്ട് നടക്കുമല്ലേ. ഇവന്മാർക്ക് എന്താ പോണേ? ഇവന്മാർക്ക് എന്താ നഷ്ടം വരുന്നത്? അമ്മമാർക്കൊരു കുഴപ്പമില്ല. അമ്മമാർ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ചെറിയൊരു ഫൈൻ കൊടുക്കുമായിരിക്കും. അമ്മമാർ ആ ഫൈൻ അടച്ചിട്ട് അമ്മമാർ ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവറെ പിരിച്ചുവിടായിരിക്കും കുറേ നാളത്തേക്ക്. വേറൊരു ഡ്രൈവർ വരും. ആര് ഡ്രൈവർ മാറിയാലും വീണ്ടും ഇത് തന്നെയല്ല അവസ്ഥ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക സാറേ. ഇവിടെ ആണെങ്കിൽ കുറേ നിയമം പഠിപ്പിച്ചിട്ടാണെന്നെങ്കിൽ കുറേ റോഡിൽ കൂടി ആണെന്നെങ്കിൽ കാറും ബൈക്കുകാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് ഓടിച്ചിട്ട് റോങ് സൈഡിൽ കയറി വരുന്ന ഒരുത്തരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാതയിൽ ഞാൻ കറക്റ്റായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ വണ്ടിയെ കൊണ്ടിടിപ്പിച്ച് എൻ്റെ വണ്ടി നശിപ്പിച്ച് എന്നെ കൊന്നു കളഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് പിന്നെ സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സാറേ ഈ നിയമം പഠിപ്പിക്കുന്നത്? ഇതിനൊക്കെതിരെ എന്താണ് നിങ്ങൾ നടപടി എടുക്കുന്നത്? ഇതിനെതിരെ ആദ്യം തീരുമാനം ഇതിനാണ് വേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് പറയാൻ വേണ്ടി. സീബ്ര ലൈനാണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തത്തില്ല, സീബ്ര ലൈനിൻ്റെ മേളിൽ കൊണ്ട് വണ്ടി നിർത്തുന്നു. കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് സ്ലോട്ടിൽ വണ്ടി നിർത്താറില്ല. കറക്റ്റായിട്ട് നിർത്താൻ എവിടെയെങ്കിലും ഉണ്ടാകാൻ വേണ്ടി പാർക്കിംഗ് സ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ അല്ല. സീബ്ര ലൈനുകളാണെന്നുണ്ടെങ്കിൽ മാഞ്ഞു പോയിട്ടാണ് കിടക്കുന്നത്. കറക്റ്റായിട്ട് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ആണെന്നെങ്കിലും കറക്റ്റല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയുണ്ട്. പക്ഷെ മെയിനായിട്ട് പറയാൻ വേണ്ടിയുള്ള ഈ ഒരു കാര്യമാണ്, നമ്മുടെ മര്യാദയ്ക്ക് നമ്മുടെ ലൈനിൽ കൂടി നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കിന് റോങ് സൈഡ് കയറി വന്ന് നമ്മളെ ആക്സിഡൻ്റ് ആക്കിയിട്ട് കൊന്നിട്ട് പോകുന്ന ഡ്രൈവർമാർക്കെതിരെ അല്ലെങ്കിൽ ആ ബസ്സിനെതിരെ എന്ത് ആക്ഷൻ എടുക്കും? ഒന്നെങ്കിൽ അവർക്ക് നല്ല ഹ്യൂജ് ഫൈൻ കൊടുക്കണം. ഒരു വട്ടം ഇങ്ങനെ കാണിക്കുന്നതിന് ഒരു 50,000 രൂപയെങ്കിലും ഫൈൻ കൊടുക്കണം. എന്നിട്ട് ആ 50,000 രൂപ അടച്ചെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ഒരു സർവീസിന് അനുമതി കൊടുക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിറ്റ് ക്യാൻസൽ ആക്കുക. 10 പേരുടെ പെർമിറ്റ് ഇങ്ങനെ ക്യാൻസലായെന്ന് കാണുമ്പോഴത്തേക്കിന് മര്യാദയ്ക്കുമാരുടെ നിയമം വരത്തില്ലേ? പെർമിറ്റ് കൊടുക്കുമ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ ടൈം നോക്കിയിട്ട് കൊടുത്താൽ മതി. നിയമം മനസ്സിൽ ഓടണ്ട.